നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ നാളെ ജപ്പാനെ നേരിടുകയാണ്. റൗണ്ട് ഓഫ് 32 മത്സരമാണ്. രാത്രി 10:30 കളി. ആരാധകർക്ക് വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു മത്സരമാണ്. ഈ മത്സരത്തിലുള്ള ബ്രസീലിൻ്റെ പ്ലേയിങ് 11 ഏതാണ്ട് തീരുമാനമായി എന്നാണ് ഇപ്പോൾ ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ലഭ്യമാവുന്ന സൂചനകളൊക്കെയും ബ്രസീൽ ടീം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച പോലെ തന്നെ ഇറങ്ങാനാണ് സാധ്യത. റാഫിഞ്ഞയ്ക്ക് പകരം റയാൻ തുടരും. അപ്പം നോക്കാം നമുക്ക് എങ്ങനെയാണ് ബ്രസീൽ 11 വരുന്നത് എന്ന്. അൺയൂഷ്വലായിട്ടൊന്നും ഇന്ന് സംഭവിച്ചില്ലെങ്കിൽ ഇതായിരിക്കും ബ്രസീൽ 11. ഗോൾ കീപ്പറായിട്ട് അലീസൺ, ഡിഫൻസിൽ ഡാനിലോ, മാർക്കിഞ്ഞോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഡഗ്ലസ് സാന്റോസ്, മധ്യനിരയിൽ കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, ലൂക്കാസ് പക്വേറ്റ, മുന്നേറ്റത്തിൽ റയാന്, മാത്യൂസ് കുഞ്ഞ, വിനി ജൂനിയർ, നെയ്മർ ജൂനിയർ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രസീലിയൻ ദേശീയ ടീം ഒരേ ലൈനപ്പും കൊണ്ട് 2 കളി കളിക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല. 825 ദിവസങ്ങളായി സെയിം ലൈനപ്പ് വെച്ച് ഇറങ്ങുന്നത്. ഏറ്റവും ഒടുവിൽ അങ്ങനെ കളിച്ചിട്ടുള്ളത് ഡൊറിവാൾ ജൂനിയർ ടീമിൻ്റെ കോച്ചായിരുന്ന ഒരു സമയത്താണ്. അതിനുശേഷം ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഏതായാലും ആഞ്ചലോട്ടി ടീമിൻ്റെ കോച്ചായിട്ട് ഒരേ 11 കൊണ്ട് 2 മത്സരങ്ങൾ തുടർച്ചയായി കളിക്കാൻ പോകുന്നത് ആദ്യമായിട്ടായിരിക്കും. സോ മുമ്പില്ലാത്തൊരു സ്റ്റെപ്പിലേക്ക് ആഞ്ചലോട്ടി കടക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.